അസ്സലാമുഅലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് ആണ്. മധുരം കഴിക്കുന്നവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാൽ കേക്കിന്റെ റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് നല്ലൊരു സ്വീറ്റ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്ക്ക് പകരം നമുക്ക് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓയിലാണെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ ഈ ഒരു കോഴിമുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൂറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയാണ് കേട്ടോ. ഏലക്കാപ്പൊടി മാത്രമാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. ആ ഒരു പഞ്ചസാരപ്പൊടിയൊക്കെ ഒരു മുട്ടയിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്ന രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പാണ് കേട്ടോ എടുക്കുന്നത്. 250 ml കപ്പിൽ 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കൂടാതെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവയെല്ലാം കൂടി ചേർത്തിട്ട് കൈവച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ അതിലും കുറച്ചും കൂടി നല്ല മയത്തിൽ നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഈ ഒരു മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഇളം ചൂടുള്ള പാലാണ്. പാല് നമുക്ക് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മയത്തിൽ നല്ല സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml അളവ് കപ്പിലാണ് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിലാണ് അളന്നിട്ടെടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് അളവിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അങ്ങനെ വന്നാൽ യാതൊരു കുഴപ്പമില്ല. പൊടി ഒരുപാടങ്ങ് കൂടിപ്പോയെങ്കിൽ നമ്മൾ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. ഇനി അഥവാ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് പൊടി ഒരുപാടങ്ങ് ലൂസായി പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഞാൻ ഇതുപോലെ നല്ല മയത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് കുഴക്കുകയാണെങ്കിൽ നല്ല മയത്തിൽ തന്നെ നമുക്ക് മാവ് കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ മാവൊന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മാവിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് മാവിന് കട്ടി ഉണ്ടാകാൻ പാടില്ല. പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് അടുത്ത് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് ഈ പാലിൻ്റെ അളവിൽ ചിലപ്പോൾ മാറ്റം വരും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് പൊടി ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. ഒരുപാട് വേണ്ട, കുറച്ച് പൊടി ഇതുപോലെ നമ്മൾ തൂക്കി കൊടുത്താൽ മതി. മാവ് ചെറുതായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മളിത് അത്യാവശ്യം കട്ടിക്ക് വേണമെന്ന് പരത്താൻ വേണ്ടിയിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞിട്ട് ഒരു കട്ടി നമുക്ക് എത്ര വേണമെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടി വേണം നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത്. ഇതുപോലെ നമുക്ക് കൈവച്ച് ചെറിയതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം.
ഈ പഞ്ചസാരയിലേക്ക് നമുക്കിനി 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. സഫ്രോൺ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ പഞ്ചസാരയൊക്കെ അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഓയിൽ അത്യാവശ്യം ചൂടായിട്ട് എടുക്കാണ്. ഓയിൽ ഒരുപാടങ്ങ് ചൂടായിട്ട് പോകരുത്, ചെറിയൊരു ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓയിൽ ഒരുപാടങ്ങ് ചൂടായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളിത് ഓരോന്ന് ഓയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ അങ്ങ് കളറ് മാറിയിട്ട് വരും. പക്ഷെ അതിൻ്റെ ഉള്ളൊട്ടും തന്നെ നമുക്ക് വെന്തും കിട്ടത്തില്ല. അപ്പോൾ അത്യാവശ്യം ഓയിലൊന്ന് ചൂടാക്കിയിട്ട് തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. തീ കുറച്ചിട്ടിട്ട് ഇതെല്ലാം തന്നെ ഞാനിവിടെ നിന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഇതുപോലെ നല്ല പോലെ തന്നെ ഇതൊന്ന് പൊങ്ങി കിട്ടും. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പിന്റെ ചൂട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം കേട്ടോ. അത്യാവശ്യം ഒന്ന് ചൂടായിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് വേണം നമ്മളിത് ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ ഈ ഒരു പാൽ കേക്ക് അതിൻ്റെ അകത്ത് കിടന്നിട്ട് നല്ല പോലെ തന്നെ ഉൾവശമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പിന് ചൂടുണ്ടോ എന്നൊന്ന് നോക്കുക. ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് നമ്മളിത് പെട്ടെന്ന് അങ്ങ് എടുക്കരുത്. കുറച്ച് നേരം ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് വെച്ചേക്കുക. എങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഷുഗർ സിറപ്പ് നല്ല പോലെ തന്നെ ഒന്ന് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇതിവിടെ ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് നന്നായിട്ട് ഇന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് പിസ്താപ്പൊടി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. പിസ്ത നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ സാധാ പാൽ കേക്ക് കഴിക്കുന്ന പോലെ തന്നെ കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. ഗോതമ്പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു പാൽ കേക്ക് ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.